മക്കളെ ഇത് നല്ല നാടൻ കുറ്റിപ്പയർ വിളവെടുപ്പാട്ടോ. കോഴി കൂവല്ലേ കോഴിയെ, അതൊന്ന് പറയട്ടെ. അപ്പം ഞാൻ ഇത് എന്താ പറയുക, കുഴിച്ചിട്ട സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു വിളവെടുപ്പിൻ്റെ സമയം കൂടി കാണിക്കണം എന്നിട്ടോ. അപ്പോൾ അതാ ഇപ്രാവശ്യം അധികമൊന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മഴ തുടങ്ങിയിട്ടാണല്ലോ വിത്തിട്ടത്, അപ്പോൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഏകദേശം ഈ നവംബർ ഡിസംബറിലൊക്കെ മഴ പോകുമ്പോഴാണ് നന്നായിട്ട് കുഴിച്ചിട്ട പയർ കഴിക്കട്ടോ. അപ്പോൾ ആ പുല്ലൊക്കെ ചെത്തിക്കളച്ച് നമ്മൾ കുഴിച്ചിടുമ്പോൾ അതിൻ്റെ ആ ഒരു വളമ്മിയും കിട്ടും. ഇവിടെ എപ്പോഴും ഞാൻ പയർ കുഴിച്ചിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എനിക്കുള്ളൊരു അനുഭവമാട്ടോ. ഈ മഴ പോയി ആ വേനൽ തുടങ്ങൂല, ആ സമയത്ത് കുഴിച്ചിട്ടാൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. എന്നാൽ ഇപ്രാവശ്യം അത്യാവശ്യം വിളവെടുപ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ കുഴിച്ചിട്ടുള്ള 2 വിധം പയറാണ്. നല്ല കടും കളർ കുറ്റിപ്പയറും ഇളം കളർ കുറ്റിപ്പയറും. അതിൻ്റെ പൂവിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല കടും വയലറ്റ് കളറ്, അതും ഒരു ഇളം വയലറ്റ് കളറാട്ടോ. അതുപോലെ ഇത് കണ്ടോ, ഇത് എനിക്ക് ദേവാലയം ഉടുവിൻ മംഗളാവെന്ന് നമ്മളെ ഹുസൈനാജി തന്നതായിരുന്നു കേട്ടോ. മൂപ്പരിപ്പില്ല. അപ്പോൾ അതാ മൂപ്പര ഓർമ്മക്ക് ഈ ഏലക്കായ് മരം ഇവിടെ ഇങ്ങനെ വളരുന്നുണ്ട്. എന്താ പറയുക, കായ്ച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതിനെന്തെങ്കിലും പ്രത്യേകം വളം കൊടുക്കണമെന്ന് എനിക്കറിയില്ല. കരുവാരക്കുണ്ടിൽ ഇവിടെ താത്താൻ്റെ വീട്ടിൽ ഏലക്കായ് കായ്ച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രത്യേക പരിചരണം ഉണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരനെ ഞാൻ പറഞ്ഞു തരണേ. വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വന്ന് കുറച്ച് സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പം അങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ജലദോഷവും പനിയൊന്നും അറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം അസുഖമൊക്കെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പൊയ്ക്കോളും. അപ്പോൾ ഇതാ കുറച്ച് പയർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ കോഴികളെ വിടണം, കോഴികൾക്ക് ഫുഡ് കൊടുക്കണം. ഇനി അടുത്ത പരിപാടി തുടങ്ങട്ടെ. അവരിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒച്ച വിളി ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് വിടുമോ ചോദിച്ചിട്ട്. അപ്പം എത്ര സഹായത്തിന് ആളുണ്ടെങ്കിലും കോഴികളെ ഫുഡ് കൊടുക്കലും തീറ്റയും കാര്യങ്ങളും അവരെ നോക്കലും എന്താ പറയുക, അവരെ കൂടെ അടക്കലൊക്കെ ഞാൻ തന്നെ. അതൊരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് കേട്ടോ. അപ്പം ഇനി ടാറ്റ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.